മ്യൂച്വൽ ഫണ്ട് എന്നത് പലിശയല്ലേ? ഇത് ഹലാലാണോ ഹറാമാണോ? എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മ്യൂച്വൽ ഫണ്ട് എന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിളാണ്. ഞാനും നിങ്ങളും മറ്റ് പല ആളുകളും ഒരുമിച്ച് കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് പല പല കമ്പനികളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിന് നല്ല രീതിയിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്ത് നമുക്ക് തന്നെ, അതായത് ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിന് തന്നെ തിരിച്ചു നൽകുന്ന ഒരു പ്രക്രിയയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വരുന്ന ഒരു ചോദ്യമാണ്, ഇത് ഹലാലാണോ ഹറാമാണോ? ഈ ഹലാലാണോ ഹറാമാണോ നോക്കുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടുകൾ ഏതെല്ലാം കമ്പനികളിലോട്ടാണ് പോയിട്ടുള്ളത് എന്ന് നോക്കിയിട്ടുള്ളതാണ്. അതിന് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എത്തിക്കൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. എത്തിക്കൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രിൻസിപ്പിൾസിന് കോട്ടം തട്ടാത്ത രീതിയിൽ ചെയ്യുന്ന ബിസിനസ്സുകൾ ഉണ്ടല്ലോ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിനെയാണ് നമ്മൾ എത്തിക്കൽ ഫണ്ട് എന്ന് പറയുന്നത്. എത്തിക്കൽ ഫണ്ടിനെ പറ്റി കൂടുതൽ അറിയാനും മ്യൂച്വൽ ഫണ്ടിനെ പറ്റി കൂടുതൽ അറിയാനും ഈ താഴെ കാണുന്ന നമ്പറിൽ ഇതിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്തോളൂ. മ്യൂച്വൽ ഫണ്ട് എന്നത് പലിശയല്ലേ? ഇത് ഹലാലാണോ ഹറാമാണോ? എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മ്യൂച്വൽ ഫണ്ട് എന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിളാണ്. ഞാനും നിങ്ങളും മറ്റ് പല ആളുകളും ഒരുമിച്ച് കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് പല പല കമ്പനികളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിന് നല്ല രീതിയിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്ത് നമുക്ക് തന്നെ, അതായത് ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിന് തന്നെ തിരിച്ചു നൽകുന്ന ഒരു പ്രക്രിയയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വരുന്ന ചോദ്യമാണ്, ഇത് ഹലാലാണോ ഹറാമാണോ? ഈ ഹലാലാണോ ഹറാമാണോ നോക്കുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടുകൾ ഏതെല്ലാം കമ്പനികളിലോട്ടാണ് പോയിട്ടുള്ളത് എന്ന് നോക്കിയിട്ടുള്ളതാണ്. അതിന് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എത്തിക്കൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. എത്തിക്കൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രിൻസിപ്പിൾസിന് കോട്ടം തട്ടാത്ത രീതിയിൽ ചെയ്യുന്ന ബിസിനസ്സുകൾ ഉണ്ടല്ലോ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിനെയാണ് നമ്മൾ എത്തിക്കൽ ഫണ്ട് എന്ന് പറയുന്നത്. എത്തിക്കൽ ഫണ്ടിനെ പറ്റി കൂടുതൽ അറിയാനും മ്യൂച്വൽ ഫണ്ടിനെ പറ്റി കൂടുതൽ അറിയാനും ഈ താഴെ കാണുന്ന നമ്പറിൽ ഇതിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്തോളൂ.